ഏതാണ്ടൊക്കെ കുത്തിപ്പൊളിച്ചോണ്ടിരിക്കുകയാടി. പണിയുന്ന കണ്ടാ തോന്നുന്നു ഏതാണ്ട് എയറോപ്ലെയിൻ പണിയുവാന്ന്. അയ്യോ അയ്യോ. മാമൻ പണിയല്ലേ? ഓ ഓ അല്ല, ഇവക്ക് ഏതാണ്ട് പറയാനുണ്ടെന്ന്. ഇല്ലില്ല, മാമനാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചോണ്ട് കോർച്ച് കാണിക്കുന്നതാ? അല്ല, വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു മാമ. അതായത് മാമ, ഇപ്പം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാല് എന്താന്ന് വെച്ചാല്, അതായത് പിന്നെ നമുക്ക് ഈ ആക്രി സാധനങ്ങളെല്ലാം കൂടെ വാരി കൂട്ടി നമുക്ക് ആ ചായപ്പിലോട്ട് വെച്ചാലോ? നമുക്ക് ഈ ആക്രി സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ആക്രിയും പറക്കി നമ്മുടെ ചായപ്പില്ലയോ മാമ, അവിടെ കൊണ്ടുവന്ന് വെച്ചാലോ? അവിടെ ഇരുന്നോട്ടെ. അല്ല അതന്നെ പറയണല്ലേ. അത് അപ്പൊ വേറൊന്നും അല്ല, ഞങ്ങള് ഒരു ചെറിയ ഒരു ഐഡിയ. ഒന്നേ ഇവിടെ ഒരു ഓപ്പൺ ലൈബ്രറി തുടങ്ങണം, അതല്ലെങ്കിൽ ഒരു കുഞ്ഞ് ക്ലബ്ബ്. ക്ലബ് എന്ന് പറയുമ്പോ വലിയ നാട്ടുകാർ കൂടുന്ന ക്ലബ്ബൊന്നും അല്ല, നമ്മള് കുടുംബക്കാര് മാത്രം ചേർന്നുള്ള ഒരു വലിയ ക്ലബ്ബ്. എന്ന് വെച്ചാൽ ഇതാ ഇപ്പൊ ഈ മൂലയ്ക്കായിട്ട് ഒരു ക്യാരം ബോർഡ് സെറ്റ് ചെയ്യണം, ഇപ്പുറത്ത് ചെസ്, പിന്നെ വേണ്ടതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ടെന്നീസ് കോർട്ട്, പിന്നെ അതുകൊണ്ട് ആ ഭാഗത്തായിട്ട് എന്റെ ശവക്കുഴി എന്നെ അരിയിട്ട് മൂടാൻ. എന്റെ ജീവ ഇരിക്കും കാലം ഇവിടെ നിന്റെ ക്ലബ്ബൊന്നും നടക്കൂല. എന്റെ സത്യം പറഞ്ഞ ഞാൻ എവിടെ വന്ന എന്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞപ്പോഴ് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, മാമന് ഇത് ഹൃദയവധ ഉണ്ടാക്കും, അതുകൊണ്ട് ഒരിക്കലും ഇത് പാടില്ല. മാമന്റെ പിന്നെ ശ്വാസമായതെന്ന് പറയാറില്ലേ? എന്റെ ശ്വാസം തണ്ടാത്. അതാ മാമന്റെ ശ്വാസം ഒരിക്കലും ചെയ്യരുത് ഞാൻ എവിടുത്തെ പറഞ്ഞു. അയ്യോ ചുമ്മാതാണ് അപ്പു, മാമനാണ് പറഞ്ഞത് ഈ ആക്രി സാധനമൊക്കെ നമുക്ക് ചായപ്പിലോട്ട് ആക്കാന്ന്. ഞാൻ പറഞ്ഞു ചായപ്പി മതി, ചെറിയ രീതിയിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാന്ന്. എന്നിട്ട് ഇപ്പൊ എന്ത് തോന്നെ കൊണ്ടുപോയിക്കണ്ട. ഇവിടെ ഓരോ പ്രശ്നം ഉണ്ടാക്കണം നീയാണ് കേട്ടാ. എന്റെ ശ്വാസം പോയി കഴിഞ്ഞ ശേഷമേ ഇവിടെ നീയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കൂ. അങ്ങനെ പറഞ്ഞോട് ആശാനെ, സ്വന്തം ജോലിയോട് ഇത്രമാത്രം ആത്മാർത്ഥതയുള്ള ആശാനെ കണ്ടുപഠിക്കണം ഇന്നത്തെ തലമുറ. നിന്നോട് ഈ വീട്ടിൽ കയറുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടല്ലേ. അവൻ ഇവിടെ എന്റെ ഭർത്താവിലാണ് വന്നത്. എന്റെ മാമ ഇവനെ ആള് പച്ചക്കേടാ. അത് ഞാൻ നോക്കിക്കോളാം. എന്താടാ വന്നേ? ആശാനെ, ഞാൻ പോളിടെക്നിക്ക് പഠിക്കാൻ കയറി. പൈസ വേണോ? വേണ്ട. ഈ എഞ്ചിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ആശാനേക്കാൾ നല്ലൊരു ആശാൻ വേറെ ഇല്ലെന്ന് തോന്നി. ആര് പറഞ്ഞടാ? അതാണ്ട് ഒരു വണ്ടി 4ാം വർഷം ഇത് അഴിച്ചിട്ടിട്ട് ഇതെന്തോ ചെയ്യണോന്ന് അറിയാൻ വയ്യായിരിക്കും അങ്ങേർക്ക്. നീ അക്കാര്യം പറയണ്ട. ഇവിടെ പല വണ്ടികളും വെളിയിൽ കൊണ്ടുപോയി നന്നാക്കാൻ പറ്റാത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്ന വണ്ടികളായി കിടക്കുന്നതല്ല അതിന്റെ ഉടമസ്ഥർക്ക് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല ഇപ്പോഴും. എന്തിനാ ഇവിടെ വേറെ എവിടെല്ലാം സ്ഥാപനങ്ങൾ കിടക്കുന്ന? നീ എന്തൊരു പറഞ്ഞു കൊടുക്കണം എന്റെ അടുത്ത്? ഒന്നുമില്ല മാമ, നീ ആവശ്യമില്ല സംസാരിക്കില്ല. പാടി ഇവിടെ എന്നിട്ട് കാര്യമില്ല, പോയി. കാര്യമൊക്കെ ശരിയാ, മര്യാദക്ക് എന്നാ നിനക്ക് കൊള്ളാം. ഇല്ല അടിച്ചിന്റെ കൊല്ലുവാനുള്ളതും കേട്ടാ. ഞാൻ വേറൊരു കാര്യം ഒരു കാര്യവും പറയണ്ട പോ. നമുക്ക് വേണ്ടപ്പെട്ട പയ്യ. ആശാനെ, ഞാൻ എഞ്ചിനൊക്കെ പൊളിക്കട്ടാ. എഞ്ചിന് മാത്രം തോറ്റു പോവണ്ടി. പിന്നെ 2 നെട്ടും മുടുക്കട്ടാ. നെറ്റൊന്നും മുറിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും, ഇതാണ്ട് കിടക്കില്ല ഈ ഷീറ്റ് ഇതൊക്കെ കഴുകിയിട്ട് ഒരുപാട് ദിവസമായടാ. കൊണ്ടുപോയി കഴുകി കൊണ്ടുപോവാ. എന്ത് എന്നിട്ട് പണി പഠിക്കാം. വന്നതിന്റെ അന്ന് തൊട്ട് ഈ തൂപ്പും തുടപ്പല്ലേ ആശാനെ? എനിക്ക് കുഴപ്പമില്ല, ഇന്ന് കൊണ്ടുപോയി കഴുക്, അത് കഴിഞ്ഞിട്ട് പഠിക്കാം. എന്താടാ ഞാൻ ഇതാ പറഞ്ഞു. നമുക്കൊക്കെ പട്ടി വില അല്ല, നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. എല്ലാരും ഓരോന്ന് വന്ന് ചോദിക്കുമ്പോ നമ്മൾ ഉടനെ എടുത്ത് ചെയ്തു കൊടുക്കും അവരുടെ വിഷമം ആലോചിച്ചിട്ട്. നമ്മുടെ വിഷമം ഇവിടെ ആരെങ്കിലും അന്വേഷിക്കുവോ? ഇല്ല. കിട്ടണം എനിക്കത്. ഭർത്താവെ കുട്ടി കുടുംബം എന്ന് പറഞ്ഞിരിക്കുമ്പോ ഇങ്ങനെ എനിക്ക് വിഷമിച്ചാലേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? മക്കളെ മാമ ഒരു ചായ. ഓ ചായ അല്ലേ? കറക്റ്റ് തന്നെ ഞാൻ പറഞ്ഞെന്ന കാര്യം. ഇതുപോലെ ഓരോ ആൾക്കാർക്ക് ഓരോ ആവശ്യം വരുമ്പോഴത്തേക്കും മണിയെ ഓർമ്മ വരും, അല്ലെങ്കിൽ മണി ആർക്കും വേണ്ട. വേണ്ട, പിന്നെ ഞാൻ ഒന്ന് വാങ്ങിച്ചോളാം. അങ്ങനെയൊന്നുമില്ല മാമ, നമുക്ക് ജോലിയും കൂലിയും വരുമാനമൊന്നും ഇല്ലല്ലോ, ജോലിക്കൊന്നും പോകണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാനുണ്ട്, തിരക്കൊന്നും ഇല്ല. ജോലിക്കൊക്കെ പോണവരാണെങ്കിലല്ലേ
തിരക്കും കാര്യങ്ങളും ഉള്ളൂ. നമുക്ക് എന്തോന്ന് തിരക്ക് മാമ. അത് മക്കൾ പറഞ്ഞ് ചെയ്യാണ്. ഈ ജോലിക്ക് പോണ പെൺപിള്ളേരെ വീട്ടുകാരിയും നോക്കിയിട്ടല്ലേ മക്കളെ ജോലിക്ക് പോണത്. ഓഫീസിലെ കാര്യം, പിന്നെ വീട്ടിൽ വന്ന് വീണ്ടും പിള്ളേരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഐത്യങ്ങളെ കാര്യം വളരെ കഷ്ടം തന്നെ കേട്ടാ. അപ്പൊ നമ്മള് വീട്ടമ്മമാർക്കൊന്നും ഒരു പണിയില്ലെന്നാണ് മാമൻ പറഞ്ഞു തന്നെ എന്റെ അർത്ഥം അല്ലേ? അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ മക്കളെ. പിന്നെ എന്തോന്നാണ് മാമ ഉദ്ദേശിച്ചത്? അല്ലെ, ഞാൻ ഈ ഐത്യങ്ങളെ ഈ അവിടെ കിടന്ന് പാടും പെട്ട് ഇവിടുന്നും പാടുപെട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മക്കളെ. പിള്ളേരെ കാര്യം നോക്കണം. ആകെ 2 കൈകളല്ലേ ഉള്ളൂ. അപ്പൊ മാമ ഞങ്ങളുടെ കാര്യം എന്തോന്നാണ്? ഞങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യം. രാവിലെ ഉറക്കണിച്ച് രാത്രി ഉറങ്ങണ വരെ റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടും. 4 നേരത്തെ ഭക്ഷണം. ഇവിടെ ഉള്ള ഈ കണ്ട അത്രയും എത്ര സ്ഥലമുണ്ട്. ഇവിടത്തെ ചവറ് പുറക്കി കളയുമ്പോൾ തന്നെ മനുഷ്യൻ എണിച്ചിറക്കാൻ വയ്യാണ്ടാവും. വീട്ടിനകത്തുള്ള സകല പണിയും കഴിഞ്ഞ് ഒന്ന് നടുനിവർക്കാന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ചെന്നിരിക്കും എന്താണ് അവസ്ഥ. അമ്മ അത്, അമ്മ ഇത്, മാമ ഇതേപോലെ ചായ എന്ന് പറയും, രവി ഏട്ടൻ പറയും ഓരോ സാധനം. ഒരു കണ്ണട തപ്പണമെങ്കിൽ പോലും നമ്മളെ വിളിക്കും ഇല്ലേ? എന്നിട്ട് നമ്മൾ പരാതി പറയാറുണ്ടോ? പോയി ചെയ്തു കൊടുക്കും ഇല്ലേ? അല്ലേ? അപ്പൊ മാമൻ ഇതിന് എന്താണ് മനസ്സിലായത്? എനിക്ക് മക്കളെ വീട്ടിൽ നിൽക്കുന്നവർക്കും പാട് തന്നെ, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ മക്കളെ. മാമന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ അതാണ് പറഞ്ഞു വന്നത് മാമ. ജോലിക്ക് പോണ പെണ്ണുങ്ങളെ കാര്യമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അവര് രാവിലെ ഇറങ്ങി പോണോണ്ട് തിരിച്ചു വരുമ്പോ ജോലിക്ക് പോയി ക്ഷീണിച്ച് വന്നതാന്നുള്ള പേരില്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റും. നമുക്ക് അതിന് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? റെസ്റ്റ് എടുക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും ഇതുപോലെ പല ആവശ്യങ്ങളും വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വയ്യാന്ന് പറഞ്ഞ് ഇരിക്കൂല. പാവങ്ങളല്ലേ, നമ്മളെ ഭർത്താവല്ലേ, മക്കളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പോയി ചെയ്തു കൊടുക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്തു കൊടുക്കണോണ്ട് അവസാനം എന്താണ് സംഭവിക്കുന്നത്? നമുക്കൊരു വിലയില്ല മാമ. മനസ്സിലായില്ലേ മാമ? എനിക്ക് അറിഞ്ഞൂടെ? എന്ത് പറഞ്ഞാലും കുറ്റം പറച്ചിലുകളും കുത്തുവാക്കും മാത്രം. അത് ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, വീട്ടിലുള്ള ബാക്കിയുള്ളവരാരും എല്ലാവർക്കും പട്ടി വിലയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും വെറും കോമാളികൾക്ക് ആർക്കും ഒരു വിലയില്ല മാമ. അങ്ങനെയൊന്നും പറയില്ല മക്കളെ. ഇവിടെ ഉള്ളവരെ ആരും അങ്ങനെയൊന്നും പറയില്ല. പറഞ്ഞില്ലെങ്കിൽ അവരെ പ്രവൃത്തിയിലും വാക്കിലും നോട്ടത്തിലൊക്കെ അതുകൊണ്ട് മാമ. മാമനൊന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെയൊക്കെ വിഷമം. ശരി പിന്നെ മക്കളെ. ശരി മാമ, ഞാൻ പോട്ടെ. ഓ ഇതൊക്കെ പറഞ്ഞോണ്ടിരുന്ന നമ്മുടെ പണികൾ നടക്കൂല. തുരുമ്പ് പിടിച്ചിരിക്കുക. എന്തിനു ചെയ്യണത് നീ? മാമ, എനിക്ക് ചെവിത്തോണ്ടി ഉണ്ടാക്കാനേ കനം കുറഞ്ഞ ഒരു ബോൾട്ട് വേണം. അത് നോക്കുക. അത് അവിടെ ഇവിടെ ഇങ്ങനെ കാണുക. അതൊന്നും വലിച്ചിളക്കണ്ട. ഓ, ഇതിനകത്ത് ഇരുന്നോണ്ട് എന്തോ പറയാനും. ഡേയ്, നീ ഈ വീട്ടിൽ നടക്കുന്ന വലിയ കാര്യം അറിയുന്നുണ്ടോ? എല്ലാ കാര്യവും അറിയുന്നുണ്ട് മാമ. മാമൻ കാര്യം പറ. ഒരു പെൺകുട്ടിയെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാലേ നിന്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് നീ വിചാരിക്കരുത്. അവക്കിപ്പോ അവിടെ എന്താ മാമ ഒരു കുറവ്? എന്റെ പെങ്ങക്ക് സ്നേഹമുള്ള ഭർത്താവില്ലേ, ജീവന് തുല്യം സ്നേഹിക്കുന്ന 2 മക്കളില്ലേ, അതിനേക്കാൾ ഉപരി അവക്ക് ഈ ഞാനില്ലേ ആങ്ങളാ. അല്ല, എനിക്ക് തോന്നണേ അവളെ ജോലിക്ക് പോവാത്തത് കൊണ്ടോ ആണോ നമുക്കൊരു പ്രയാസം എന്നവള് പറഞ്ഞു. എന്നും പറഞ്ഞില്ല. അല്ലെ, എന്റെ ഊഹം. അവളെന്തിനാ ജോലിക്ക് വന്നു? അല്ല അല്ല, അവിടെ ഭർത്താവിന് ജോലി ഇല്ലയോ മാമ? തന്നെ ചിലപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുള്ള സ്ഥലങ്ങളില്ലേ? അതുകൊണ്ട് ഇവളിനി പോവാത്തോണ്ട് വല്ലതും അവിടെ സംസാരം നടന്നു. മാമൻ തെളിച്ച് കാര്യങ്ങൾ പറ. എന്താ പ്രശ്നം? അവക്കിപ്പോ എന്താ പ്രശ്നം? അല്ല, അങ്ങനെ എനിക്ക് തോന്നിയാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമില്ല. പിന്നെ പിള്ളേരും ജെബിയൊന്നും അവളെ പറയും പോലെ കേൾക്കുന്നില്ല, അവള് പറയും പോലെ കേൾക്കുന്നില്ല എന്നൊരു പ്രയാസം അവക്കുണ്ട്. എന്നവള് പറഞ്ഞു? എന്നും പറഞ്ഞില്ല. അല്ല, ഞാൻ പറയാണ്. പക്ഷെ അവക്ക് ഇവിടെ വിലയില്ലെന്ന് വെച്ച് അവക്ക് വിലയുള്ള ഒരു സ്ഥലമുണ്ട് മാമ. എന്റെ കുടുംബത്ത് പുലിയുടെ വീട്ടിൽ അവളവിടെ രാജകുമാരി എലിസബത്ത് രാജകുമാരി. അവിടുത്തെ രാജകുമാരി ആയിരിക്കും. എങ്കിലും ഇവിടത്തെ കാര്യങ്ങൾ നീ കൂടെ വന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ അന്വേഷിക്കുന്നുണ്ടല്ലോ. അല്ല, അത് എന്നിട്ടാണ് അവൾ അതിന് പരാതി വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ലടാ. കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു. അവള് കരഞ്ഞു? കണ്ണൊക്കെ കരഞ്ഞുപോലെ ഇരിക്കുന്നു. കരഞ്ഞോ അവള്? കരഞ്ഞില്ല, ഞാൻ പറഞ്ഞതാണ് കണ്ണൊക്കെ കലങ്ങിയിരിക്കണം. അപ്പൊ ഭർത്താവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആയിരിക്കും എന്നവള് പറഞ്ഞു? എന്ന് പറഞ്ഞില്ല. അല്ല, ഞാൻ പറയാണ്. അങ്ങനെയാണെങ്കിലേ ഞാൻ ചോദിക്കും മാമ. ചോദിക്കില്ല. ആദ്യം നീ ഒരു കാര്യം ചെയ്യും.
അവളടുത്ത് കാര്യം തന്നു പോയി. അവിടെ അടുത്തല്ല ചോദിക്കുന്നേ, പിന്നെ അവളെ കെട്ടിയ ഒരു പുളുന്താനുണ്ടല്ലോ അവന്റെ അടുത്ത് ഞാൻ വിവരം ചോദിക്കും. ഇതില്ലേ അങ്ങനെയൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല മാമ. അവക്ക് ഇഷ്ടം പോലെ വലിയ വലിയ ആലോചനകൾ വന്നായിരുന്നു. അപ്പൊ അവസാനം ഞാൻ പിന്നെ എനിക്കൊരു ഇഷ്ടം തോന്നി കല്യാണം കഴിച്ചു വിട്ട രാജ കൊട്ടാരങ്ങളിൽ നിന്ന് വരെ ആലോചന വന്ന മാമ. അവസാനം ഉദയ്പൂർ കൊട്ടാരത്തിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് വരെ അവക്ക് കല്യാണാലോചന. എന്റെ പൊന്നല്ലേ തന്നെ ഇപ്പൊ ഇത്രയല്ലേ ആയുള്ളൂ. നീ എന്താണ് കാര്യം ഒന്ന് വ്യക്തമായിട്ട് പോയില്ലേ? അവളടുത്ത് ചോദിച്ചിട്ട് പിന്നെ നീ രവിയുടെ പറഞ്ഞല്ലേ നല്ലത്. അവിടുത്തെ ചോദിക്കുന്നില്ല മാമ. നീ അവർക്ക് ചോദിച്ചിട്ട് അറിഞ്ഞ നേച്ച രവിയുടെ പോയില്ലേ? ആ പുളുന്താനോട് ഞാൻ ചോദിച്ചോളാം. ചോദിച്ചോളാം മാമ, ഞാൻ ചോദിച്ചോളാം. ഞാൻ പറഞ്ഞ കേട്ടാ ആദ്യം അവളെ ചോദിക്കേ. ആ രവിളിയനല്ലേ? ആ മണിക്കൂറിനാ അളിയന് സുഖമാണോ? ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ വേണ്ടി ഇപ്പൊ വിളിച്ചത്. അത് പറ്റത്തില്ല, വീട്ടിൽ വന്നിട്ട് പോരാ. ഒരു കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ അപ്പൊ തന്നെ മണിക്കൂറിന് സംസാരിക്കണം. അതാ പണ്ട് പോലുള്ള സ്വഭാവം. അളിയൻ എന്താ വിചാരിച്ചത്? എന്റെ പെങ്ങക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ? അളിയൻ എന്റെ പെങ്ങളെ മാനസികമായി പീഡിപ്പിക്കുകയല്ലേ ഈ വീട്ടിലിട്ട്. എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല അളിയ. അളിയന് വേണ്ടാക്കി പറ, നാളെ നമുക്ക് ഡൈവോഴ്സ് എടുത്താം. ഡൈവോഴ്സ് ചെയ്യാം. അളിയൻ ഇപ്പൊ ബ്രാഞ്ച് മാനേജരാ. ഡൈവോഴ്സ് ചെയ്താൽ മറ്റന്നാള് ഞാൻ നിങ്ങളുടെ ജനറൽ മാനേജരെ കൊണ്ട് അവളെ കെട്ടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രാജകൊട്ടാരത്തിൽ കെട്ടിക്കും. അളിയൻ എന്നെ അറിഞ്ഞൂടാ ശരിക്ക്. പാവം അവള് കണ്ണീര് കുടിക്കുക അളിയ. ഈ വീട്ടിൽ കിടന്ന് എന്റെ പെങ്ങള് കണ്ണീര് കുടിക്കുക. അത് ഞാൻ സമ്മതിക്കത്തില്ല. ഡൈവോഴ്സ് എങ്കിൽ ഡൈവോഴ്സ്, എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ. അളിയൻ അവളെ കണ്ണീര് കുടിപ്പിച്ചതിന് എണ്ണി 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 കട്ട് ചെയ്ത് കളഞ്ഞോ. അളിയാ, ഇതിനളിയൻ മറുപടി പറഞ്ഞേ പറ്റൂ, ഒരു സംശയം വേണ്ട. എന്റെ കൂടെ ഇരിക്കാറായോടാ? മാമൻ എന്തൊരു പ്രശ്നമുള്ള തോന്നി. എനിക്കുണ്ടാ 1001 പ്രശ്നങ്ങളുണ്ട്. നീ പരിഹരിച്ചു തരുമോ? ഒന്ന് പരിഹരിച്ചില്ല. പരിഹരിക്കാൻ വന്നേക്കുന്നു. അമ്മായിയമ്മ അമ്മായച്ചന് ഡൈവേഴ്സ് ആവുമെന്നാണ് തോന്നുന്നത്. ഒരു കണക്കിന് എനിക്ക് നല്ലതാ. എന്തായാലും റിങ്കി ചേച്ചി ഇത് അറിയിക്കാം. കല്യാണം കഴിഞ്ഞാലുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞു പോയില്ലേ, ഇനി എല്ലാം സഹിച്ച് ക്ഷമിച്ച് കഴിയണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല കേട്ടാ. അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഉപദ്രവം, അഡിക്ഷൻ, വൃത്തികെട്ട സ്വഭാവമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് തിരിച്ചിങ്ങി ഇറങ്ങി വന്നോളണം. അതാണ് എന്റെ അമ്മ നല്ല ഉപദേശം. പക്ഷേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലേ നമ്മൾ നമ്മുടെ ഭാഗം കൂടെ വൃത്തിയാക്കി വെക്കണം. അച്ഛനമ്മയ്ക്ക് ഒന്നും നോക്കാൻ പറ്റുമോ? ഇല്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസ്ഥയായിരിക്കണം. ജോലി വേണം, മനസ്സിലായില്ലേ? എന്നാലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്ക് ഇപ്പോഴൊന്നും കല്യാണം വേണ്ട. ഒരു ജോലിയൊക്കെ കിട്ടി കുറച്ച് നാൾ അടിച്ച് പൊളിച്ചൊക്കെ നടന്നിട്ട് മതി അമ്മ കല്യാണമൊക്കെ. അത് മതി, അതാ നല്ലത്. എന്തേ പെങ്ങളെ, എല്ലാ ദുഃഖങ്ങളും ഉള്ളിൽ ഒതുക്കി നീ വീട്ടിൽ നീറി 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 കഴിയായിരുന്നല്ലേ. ഞാനാ ഈ ചേട്ടനോടൊന്ന് പറഞ്ഞാ പോരായിരുന്നു. എന്തോന്ന് പറയണ കാര്യം? നീ ഒന്നും പറയണ്ട, നമുക്ക് പോവാം. എങ്ങോട്ട് പോവാൻ? നമ്മുടെ വീട്ടിലോട്ട് പോവാം. എന്റെ ചേട്ടാ, കാര്യം തെളിച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇല്ല, എനിക്കത് പറയാൻ പറ്റത്തില്ല പെങ്ങളെ. നമുക്ക് വീട്ടിലോട്ട് പോവാം. അയ്യോ, ഞാൻ അങ്ങനെ തീരുമാനം എടുത്ത്. എവിടെ പോവാ? ഞാൻ തീരുമാനം എടുത്ത്. എന്ത് തീരുമാനം? എന്തുവാടി പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം? ഇത് വേറെ ഒന്നും അല്ല, ഉണ്ണിയപ്പുമായിട്ടുള്ള പ്രശ്നമാണ്. ഉണ്ണിയപ്പന്റെ പ്രശ്നം എന്റെ അടുത്ത് ഇങ്ങനെ പറയേണ്ട ആവശ്യം തോന്നുന്നു. ഉണ്ണിയപ്പ് വർക്ക്ഷോപ്പ് ചായപ്പിലിട്ട് മാറ്റൂല എന്ന് പറഞ്ഞതിന്റെ ഫ്രസ്ട്രേഷനാണ് ഇപ്പൊ ഇവിടെ വന്ന് തീർത്തിട്ട് പോയത്. പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് ആ വീട്ടിൽ പോയെന്നാ? എന്ത് മാമൻ ഇത്തിരി മതിയല്ല. റിങ്കി ചേച്ചി, എന്താടാ ആന്റി ഉണ്ടായിരുന്ന? വിഷമിക്കാതെ ആന്റി, എല്ലാം വിധിയാണെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. തലേ വരച്ച വരെ നമുക്ക് മാറ്റാൻ പറ്റൂലല്ലോ. ആര് വിഷമിച്ച്? ആന്റി അങ്ങനെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പെൺമക്കളെ കാര്യം ഓർത്ത് ആന്റി വിഷമിക്കാം. അടി വെച്ചിട്ടുണ്ടല്ലോ ചെറുക്കാ. റിങ്കിയനാ നോക്കിക്കോളാം, അല്ല പിങ്കിയനാ നോക്കിക്കോളാം.
റിങ്കിയെ നമുക്ക് വേറെ ആരെങ്കിലും. എന്തുവാണ് ഇവൻ പറയണത്? എടേ മൂക്കിനടിച്ച് ഞാൻ പരുത്തം കേട്ടോ. നല്ല രീതിയിൽ ജീവിച്ചു പോണ എന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് അനാവശ്യം പറയണ നീ. നിന്റെ തലകൂടെ വല്ലതും വീണോ? ഞാൻ ഇത് അറിഞ്ഞെന്ന് പറഞ്ഞ് വേറെ ആരോടും പറയൂല. ഇത് നിങ്ങൾ നിങ്ങളെ ഫാമിലിയിൽ ഒതുക്കി നിർത്തേണ്ടതായിരുന്നു. അതന്നെ അടി ചെറുക്കന്. ആ മാമ അങ്കിളിനെ വിളിച്ച് സംസാരിക്കണൊക്കെ ഞാൻ കേട്ട്. എന്തോന്ന് പറഞ്ഞു? ആന്റി ഏതോ രാജകുടുംബത്തിൽ പറഞ്ഞു വിടുമെന്ന്. കച്ചവടം പറ്റില്ല. വല്ല പ്രശ്നമുണ്ടോ? മണിക്കൂട്ടൻ ചേട്ടൻ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ഇവ എന്താ ഇപ്പൊ പറയണ? നമുക്ക് എന്താന്ന് ചോദിക്കാം. ഇങ്ങോട്ട് ഇത് സംഭവം വേറെ എന്തോ ആണ്. കാര്യങ്ങൾ ഏതുവരെ ആയി? ഡൈവോഴ്സിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. മണിക്കൂട്ടൻ ചേട്ടാ, രവിയേട്ടനെ വിളിച്ച് ചീത്ത പറഞ്ഞോ? ഞാൻ ചീത്ത വിളിച്ചൊന്നുമില്ല, പിന്നെ ഇച്ചിരി കട്ടിക്ക് സംസാരിക്കേണ്ടി വന്നു. കണ്ട ഞാൻ പറഞ്ഞില്ലേ. പറഞ്ഞു അങ്ങനെ എന്തിനു ചെയ്തേ? എന്തോന്നു മാമ കാണിച്ചത്? പാവം എന്റെ അച്ഛൻ. നിനക്കങ്ങനെ പാവമായിരിക്കും, പക്ഷെ എന്റെ പെങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന അങ്ങനെ നീചനാ എനിക്ക്. നീചൻ നീചൻ. മഹാഭാവം പറയില്ലേ അങ്ങനെ എന്നെ എന്തോ കണ്ണൂര് കുടിപ്പിച്ചെന്ന്? അല്ലപ്പം നിങ്ങൾ വേറെ പ്രശ്നമൊന്നുമില്ലേ? ഞങ്ങൾ അവന് ഒരു പ്രശ്നം ഇല്ലല്ലോ. അവിടെ ഇരിക്കണ ചേട്ടനോട് എന്തോ പ്രശ്നം ഉണ്ടാവാനാ? അല്ല, എന്നിട്ട് മാമൻ പറഞ്ഞതോ? മാമാ എന്തോ പറഞ്ഞു? നീ കരയുന്നൊക്കെ പറഞ്ഞു. ഇവിടെ അവളെ മുഖം കരഞ്ഞുള്ള പോലെ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കരുതുന്നില്ല. ആ മാമൻ നേരത്തെ വന്നപ്പോഴാണ്. ഓ ആ സമയത്ത് ഞാൻ ഇച്ചിരി മൂഡ് ഔട്ട് ആയിരുന്നു എന്നുള്ള സത്യമാണ്. എന്താ സംഭവം എന്ന് വെച്ചാലേ, എന്റെ കൂട്ടുകാരി പ്രവീണ ഉണ്ട്, അറിഞ്ഞൂടെ? കരുനാഗപ്പള്ളിയിലുള്ള. കരുനാഗപ്പള്ളിക്കാരി പ്രവീണയുടെ കല്യാണം എന്റെ കല്യാണം ഏകദേശം ഒരേ സമയത്ത് കഴിഞ്ഞതാണ്. പക്ഷെ ഇവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വൃത്തികെട്ടവനില്ല. അവൾ ഇത്രയും വർഷം സഹിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് അനുഭവിച്ച് കഴിഞ്ഞ ദിവസം അവള് കയറി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു കളഞ്ഞു. അയ്യോ, ഒന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന്, ആരുടെയോ ഭാഗ്യത്തിന്. പക്ഷെ ആ കാര്യം അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ അങ്ങ് മൂടോട്ടായി. അവക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു, കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ കാര്യം അവളെ കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ കമ്പയർ ചെയ്തപ്പോഴേ അവളെ പ്രശ്നത്തിന്റെ പകുതി പോലും എനിക്ക് ഒരു പ്രശ്നമല്ല. ഇവിടെ ഇത്രയും ജോലി കൂടുതലുണ്ടെന്നുള്ള പ്രശ്നമേ ഉള്ളൂ, വേറൊന്നുമില്ല. പക്ഷെ അത് ആലോചിച്ച് ഞാൻ അങ്ങ് ഇമോഷണൽ ആയിപ്പോയി. ആ സമയത്താണ് മാമ അങ്ങോട്ട് കയറി വന്നത്. അപ്പൊ ഞാൻ മാമന്റെ അടുത്ത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇത് വല്ല കാര്യം ഉണ്ടായിരുന്നു മാമ? ഞാനിപ്പം അളിയന് മുഖത്തെങ്ങനെ നോക്കുവന്നാ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ അവനെ വിളിച്ചു ചോദിക്കാൻ. നീ ആവശ്യമില്ലാതെ പോയിട്ട് എന്റെ പടലിൽ കൊണ്ടുപോയിക്കണം. ഒരുപാട് പേര് പറഞ്ഞോ? തെറിയായിട്ടൊന്നും പറഞ്ഞില്ല, എന്നാലും തെറിക്ക് തുല്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. കാളെ പെട്ടെന്നായിട്ട് കയറെടുക്ക ആരെങ്കിലും പറഞ്ഞാ? അപ്പൊ നിങ്ങൾ ഇനി ഡിവോഴ്സ് ആവൂലേ ആന്റി? ഇവനെ ഞാൻ അയ്യോ എന്തെങ്കിലും എറിയ എടുക്കടി. ഫോൺ എടുത്ത് ഇപ്പൊ അച്ഛൻ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. സത്യം പാവ രവി ഏട്ടൻ അല്ലേ? എന്തു വെച്ചിരിക്കുന്നേ? പാവാളിയൻ ഒരു മണഗുണാഞ്ചനായി പോയി. ഒപ്പിച്ചു വെച്ചിട്ട്